വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ക്രഷ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല കളർ പാറ്റേണിലാണ്. ഒരു സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അക്വാ ഗ്രീൻ ആണ് ഷെയ്ഡ് ബേസ് വരുന്നത്. അതിൽ മൾട്ടി കളറിൽ നല്ല ഫ്ലോറൽ ഡിസൈൻസും ഫിഗമോട്ടീവ്സിലും എല്ലാമാണ് സാരി വരുന്നത്. കൂടാതെ അതിലൊരു ബനാറസി സ്റ്റൈലുള്ള കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ജെറി വുവൻ സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഫംഗ്ഷന് നമുക്ക് കൊടുക്കാം. അതെല്ലാം നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ബോഡിയിൽ ആ ഒരു ചെക്കേർഡ് പാറ്റേണിലാണ് ബോഡി വരുന്നത്. ചെക്ക് ഡിസൈൻസിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് സാരിയിൽ. നല്ലൊരു മൾട്ടി കളറിലായിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഓക്സ്ഫോർഡ് ബ്ലൂയിലാണ് ബനാറസി സ്റ്റൈലുള്ള ജെറി വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ. അതൊരു ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. മുകൾ ഭാഗത്ത് ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. നല്ല ഫോളാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്, വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സെമി പാർട്ടി വെയർ സാരി. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. മുന്താണി റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ഈ ഒരു ഓക്സ്ഫോർഡ് ബ്ലൂ കളർ ഉണ്ടല്ലോ ബോർഡറിൽ വരുന്നത്, ബോർഡറിൽ മുന്താനിയുടെ എൻഡിലും വരുന്നത്, ആ ഒരു കളറിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് ക്രഷ് സിൽക്ക് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. ആ ഒരു ഡിസൈൻസ് മാറി മാറി വരുന്നുണ്ട്. ഇത് വരുമ്പോൾ ബ്ലൂ ആണ്, നല്ലൊരു ബ്ലൂ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ബ്ലൂവിലും അതേ ഫിഗർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും എല്ലാം ആയിരിക്കും സാരിയിൽ ആ ഒരു പാറ്റേൺ വരുന്നത്. ഒരു മുഗൾ ഡിസൈൻസ് ഉണ്ടല്ലോ ആ ഒരു പാറ്റേൺ ആണ് സാരി എല്ലാ സാരീസിനും ബോഡി വരുന്നത്. വിത്ത് ബനാറസി ബോർഡർ, ഡബിൾ സൈഡിലും കോൺട്രാസ്റ്റ് ആയിരിക്കും ബോർഡർ വരുന്നത്. നല്ലൊരു റോയൽ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മുന്താണി ഫ്ലോറൽ പാറ്റേണിലാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു പീച്ചാണ് സാരിയുടെ ബേസ് വരുന്നത്. പീച്ചാണ്, ഒരു പിങ്കിഷ് പീച്ച്, ബേബി പിങ്കും പീച്ചും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് ബോഡി വരുന്നത്. അതിലും അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഫുൾ ഫ്ലോറൽ ഒരു ഫ്ലോറൽ ഡിസൈൻസിലും മുകൾ പാറ്റേണിലുമാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഫിഗർ മോട്ടീവ്സ് വരുന്നുണ്ട്. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്. ലാവൻഡറിലാണ് അവർ ബനാറസി സ്റ്റൈലുള്ള ജെറി വുവൻ ബോർഡേഴ്സ്. മുന്താണി ലാവൻഡറിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസിൽ വിത്ത് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഇൻസഫിഷ്യന്റ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡറും നല്ലൊരു ലൈറ്റ് ഒലിവ് ഗ്രീനും ആണ്. ഒരു ബ്രൗണിഷ് ഒലിവ് ഗ്രീനും ലാവൻഡറും കൂടിയുള്ള കോമ്പിനേഷനാണ്. ബോഡി വരുന്നത് ലാവൻഡറിലാട്ടോ. സെയിം സ്റ്റൈൽ അതേ ആ ഒരു ഫിഗർ മോട്ടീവ്സിൽ തന്നെ ആയിരിക്കും ബോഡി വരിക. കോൺട്രാസ്റ്റ് ബോർഡർ, സോഫ്റ്റ് ക്രഷ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് വിത്ത് ബ്ലൗസ്. കാരണം ഈ ഒരു ഡിസൈൻസ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ബോഡി കളർ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഏത് കളറിലെ ബ്ലൗസ് ഇതിലൂടെ ട്രൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് കളർ നല്ലൊരു സോഫ്റ്റ് കളറിൽ വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ടാൻ ബ്രൗൺ ആണ് സാരിയുടെ ബോഡി വരുന്നത്. അതിൽ ഒരു എമറാൾഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ. എമറാൾഡ് ഗ്രീൻ അല്ല, ഒരു പീക്കോ ഗ്രീനിന്റെ ലൈറ്റ് ടോണിലായിരിക്കും ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ അതേ മുകൾ പാറ്റേണിൽ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി. കോൺട്രാസ്റ്റ് പല്ലു, ബ്ലൗസ്. സോഫ്റ്റ് ക്രഷ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നോൺ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്. ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നമുക്കൊരു ചെറിയ ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം. ഈ സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഇതും ഒരു സോഫ്റ്റ് കളറിൽ തന്നെ വന്നിരിക്കുന്നത്. ഗ്രേയും ബേബി പിങ്കും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. മുകൾ പാറ്റേണിൽ തന്നെയാണ് ത്രൂ ഔട്ട് ദ സാരിയിലും അതേ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. സാരിയിൽ ഒരു ചെക്ക് വി പാറ്റേൺ ആയിരിക്കും എല്ലാ സാരിയുടെ ടെക്സ്ചർ വരുന്നത്. കാരണം ആ ഒരു ക്രഷ് ഫീൽ വരാൻ വേണ്ടി ഒരു ചെക്ക് ഡിസൈൻസ് വന്നിട്ടുണ്ട്, ചെക്ക് വ്യൂ വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബനാറസി സ്റ്റൈലുള്ള ജെറി വുവൻ പാറ്റേണിലാണ് എല്ലാ സാരിയുടെയും ബോർഡർ വരുന്നത്. ഇതായിരിക്കും ബോഡിയും മുന്താണിയും വരുന്നത്. ബ്ലൗസ്. അടുത്ത കളർ പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക് ആണ് സാരിയുടെ ബോഡി വരുന്നത്. ലാവൻഡർ പിങ്കിൽ ഒരു ഒലിവ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇതും സെയിം സ്റ്റൈലിൽ തന്നെ അതേ മുകൾ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ ആൻഡ് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു അക്വാ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സീ ബ്ലൂവിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് സാരിയിലെ ഡിസൈൻസും അതേ ചെക്കേർഡ് പാറ്റേൺ വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നത്. ഒരു പർപ്പിൾ ടോണിലാണ്. എന്താണ് ബ്ലൗസ്. ക്രഷ് ബനാറസി സിൽക്ക് ആയിരുന്നു. സോഫ്റ്റ് സെമി സിൽക്ക് ആയിരുന്നു സാരിയുടെ ഫാബ്രിക് വന്നത്. നല്ല പാറ്റേണിൽ മുഗൾ പാറ്റേണിലായിരുന്നു എല്ലാ സാരിയിലും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ബനാറസി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ, ജെറി വുവൻ സ്റ്റൈലിൽ കോൺട്രാസ്റ്റ് ബോർഡർ ആയിരുന്നു വന്നത്. ലാസ്റ്റ് സാരിയാണ് ഇത് വരുന്നത്. ഗ്രേ ആണ്. പേസ്റ്റൽ നല്ലൊരു സോഫ്റ്റ് ഗ്രേയിൽ അതേ പാറ്റേണിൽ തന്നെ ഡിസൈൻസ് വരുന്നുണ്ട്. ലാവൻഡർ ടോണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു ലാവൻഡറും പേർപ്പിളും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് ബനാറസി ബോർഡർ. ബ്ലൗസ്.